അശോക് ലൈലാൻഡ് വണ്ടിയെ ഒന്ന് നോക്കുക, എന്ത് ഭംഗിയല്ലേ കാണാന്. ഒരു പാവപ്പെട്ട ഒരുത്തന് എടുത്തൊരു വണ്ടിയാ ഈ കാണുന്നത്. ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണ്. ഫ്രഷ് വണ്ടി. സെക്കൻഡ് ഹാൻഡ് എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കംപ്ലൈന്റ് വരുമെന്ന് പേടിച്ചിട്ട്. എന്നാലോ ഓർക്ക് കിട്ടിയ പണി എന്താണെന്നറിയോ? 14 വീല് വണ്ടിയായിട്ട് ഓരോ പോക്കിനും 14 വീലും തേഞ്ഞ് എന്താ പറയാ, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ വന്ന് സർവീസ് സെന്ററിൽ വന്ന് പരാതിപ്പെടൽ തുടങ്ങിയിട്ട് ഇതുങ്ങൾ കുറെ കാലായി. എന്നിട്ട് 10-20 ദിവസം ഇവിടെ ഈ വണ്ടി നിർത്തിയിടും. എന്നിട്ട് അവര് വണ്ടിക്ക് കംപ്ലൈന്റ് ഓരോന്ന് പറഞ്ഞ് അത് റെഡിയാക്കി എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടും. 6 മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് അതിന്റെ മുതലാളിക്ക് വണ്ടിക്ക് അടവടയ്ക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇതുങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവർക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ലോഡ് അത് മുടങ്ങി കിടക്കുകയാണ്. ഇത് വണ്ടി മര്യാദക്ക് ഓടാൻ പറ്റുന്നില്ല, അടവ് തെറ്റി. അവർക്ക് സിവില് വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ ഈ വണ്ടി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ അശോക് ലൈലാൻഡിനെ വിശ്വസിച്ച് നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പൊന്നാര മക്കളെ വേണ്ട, നിങ്ങൾക്ക് പണി കിട്ടും. ഈ സെക്കൻഡ് ഹാൻഡ് എടുക്കാണ്ട് ഫ്രഷ് എടുക്കുന്ന പാവത്ത്, ഇതുപോലെയുള്ള പാവത്തുങ്ങൾക്ക് കിട്ടുന്ന ഓരോരോ പണിയാണ്. അതും പോരാഞ്ഞിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാം. ഇതിന്റെ മുതലാളി ഉണ്ടല്ലോ, വേറൊരുത്തന്നെ ഡ്രൈവർ ആക്കിയിട്ട് വേറെ വണ്ടിയിൽ പോയിട്ട് അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അടവടിച്ചു പോവുകയാണ്. എന്തൊരു കഷ്ടപ്പാടാന്നറിയോ? ഇവരെ ഈ ലൈലാൻഡുകാർ പറഞ്ഞതും കൂടി ഞാൻ ഇതിന്റെ മുകളിൽ വെക്കാം. ഈ ടയറൊക്കെ കണ്ടോ? വണ്ടിയുടെ ഡീറ്റെയിൽ അറിയുന്ന ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവും. ഇങ്ങനെയാണ് മക്കളെ ടയറായി പോകുന്നത്. അലൈൻമെന്റ് ഒക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നിനൊരു മാറ്റവും കിട്ടുന്നില്ല. ടയർ ഇട്ടവര് ഫ്രഷ് കൊടുക്കുന്നില്ല. ഇപ്പം ലാസ്റ്റ് അവർ പറയുന്നത് 2 ഫ്രഷ് ടയറും കൊടുക്കാം, 2 റീസോളിംഗ് ടയറും കൊടുക്കാന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ മുതലാളി പാവം ഒന്നും അറിയാണ്ട് നാളെ ഒരു പക്ഷെ നമ്മളൊക്കെ കേൾക്കേണ്ടി വരും, ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നോ അല്ല ആത്മഹത്യ ചെയ്തു എന്നൊക്കെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ അശോക് ലൈലാൻഡിലുള്ള മുതലാളിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. പാവത്തുങ്ങളാ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4-5 മണിക്കൂറായി കാത്ത് നിൽക്കുന്ന മാനേജർ അടുത്ത് സംസാരിച്ചിട്ട്. മാനേജർ പറയുന്നതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കും. പാവണ്ട, അടവ് മുടങ്ങിയിട്ട് പലരോടും പലിശക്ക് എടുത്തിട്ടാണ് അടവടിക്കുന്നത്. പാവുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും ജോലിക്ക് പോകുന്നല്ലേ, എല്ലാരും കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാ ജോലിക്ക് പോകുന്നത്. നിങ്ങളും ഞാനും ഒക്കെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്. വണ്ടിപ്പണിക്കാരായിട്ട് വണ്ടീനെ, അതും അശോക് ലൈലാൻഡിന് അത്രയും ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ്. നിങ്ങളെല്ലാരും കൂടി ഒന്ന് കൂടിയിട്ട് ഈ പാവത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക. ഫസ്റ്റത്തെ സ്റ്റേജിൽ പറ്റുള്ളൂ, അല്ലാതെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് കൊടുക്കണമെങ്കിൽ കൊടുത്തോ. കൺസ്യൂമറാണെങ്കിൽ കൺസ്യൂമർ തന്നെയായിരിക്കും. 2 പ്രസവ് സാറുമായിട്ട് കൂടെ സംസാരിച്ചു. ആള് അതൊന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. 2 ടയറും 2 ബ്രേക്കറും ത്രെഡ് ഏതെങ്കിലും കംപ്ലൈന്റ് തീരാതെ 2 ബ്രേക്കറും ചെയ്തതാണ്. ഞാൻ വിളിച്ചിരുന്നു ഹോസ്പിറ്റലാണ് ക്യാൻസർ ഒരു വിഷയത്തിൽ. ഒരു ടയറാണ് ഓക്കെ, 2 പറയാ. ഇത് 2 മാസമായി. ഇപ്പൊ ഇതിന്റെ മുന്നേ പൊട്ടിയ ടയർ ഒരു സ്ക്രാച്ച് ഒന്നുമില്ല. റണ്ണിങ്ങിൽ പെട്ടെന്ന് കൊണ്ടുപോയത് ആ ഒരു പൊട്ടിന്റെ ഒരു സ്ക്രാച്ച് 40% കട്ടൻ ടൈം ഓടിയില്ല ടയർ. അത് പൊട്ടിയത് 40 60. ആ ടയറിനൊക്കെയാണ് ഒന്നും പറ്റാത്തത് നമ്മളെ വണ്ടിയിൽ. ആ ടയറാണ് പെട്ടെന്ന് പൊട്ടിപ്പോയത്. ലോഡ് താങ്ങുന്നത്. പിന്നെ അതേപോലെ നമ്മളെ വീൽ ബോൾട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നപ്പെട്ട് പറഞ്ഞു. പ്രശ്നപ്പെട്ട ഇതിന്റെ ഒരു കാരണം വിഷയം കണ്ട്, അതായത് ഈ ടയറിന്റെ വിഷയം കൊണ്ട് എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം നിങ്ങളാട്ടോ പറഞ്ഞപ്പോ എന്നോടാന്ന് പറഞ്ഞു. വീൽ ബോൾട്ട് പൊട്ടിയതിന്റെ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ എപ്പോ അതായിരിക്കും അത്. ഇല്ല, വണ്ടിക്ക് പണി കയറരുത് വിചാരിച്ചിട്ട് ഫ്രഷ് വണ്ടി ഓരോരുത്തർ. ഇതിപ്പം ഇതിനെക്കാട്ടി നല്ലത് വലിയ സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഓടുന്നതായിരുന്നു.
നല്ല best ആണ്. എല്ലാം കൊണ്ടും പ്രശ്നമാണ്. നമ്മളെ ഹാൻഡ് ബ്രേക്കിന്റെ, വീൽ ബോൾട്ടിന്റെ, വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ലോഡ് നമുക്ക് ഒരു വിഷയം മാത്രമല്ല, എല്ലാം കൊണ്ടും പ്രശ്നങ്ങളാണ്. കാലിപ്പോ വണ്ടി കാല് വണ്ടിയാ സ്റ്റാർട്ട് ഫുൾ ടൈം റിമോട്ട് ചെയ്യില്ല. പറയുമ്പോ നല്ല ഇതാണ്. തിരിയാൻ പോകുമ്പോൾ ബാക്കിൽ നിന്ന് വണ്ടികളൊക്കെ വരുമ്പോൾ പെട്ടെന്നൊക്കെ ഒരു തിരിയുമ്പോഴേ ഡ്രൈവർമാരെ പ്രശ്നം എന്ന് വിചാരിക്കുള്ളൂ. ഈ വണ്ടി തിരിയാൻ നമുക്ക് അവരിങ്ങനെ ഓട്ടോറിക്ഷക്കാർ നോക്കുന്നുണ്ട്. വണ്ടിയാണ് കാല് വണ്ടി ഓടിക്കുന്നില്ല. രാവിലെ ലോഡ് ഇറക്കുമ്പോ വണ്ടി നിർത്തി പോകുന്നു ചാടിക്കൊണ്ട് പോകണം. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ നിർത്തി വണ്ടി നിൽക്കോ, വണ്ടി ഹാൻഡ് ബ്രേക്ക് തരുന്ന പോകുന്നു വണ്ടി നിൽക്കും. വലിയ വണ്ടിയാണ്, കട്ട വെച്ചിട്ട് കാര്യമില്ല. സിംഗിൾ വണ്ടിയാണ് ഈ കട്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഡ്രൈവറിനും കട്ട വെച്ച് പോകും. 30,000 കിലോമീറ്റർ ഓർഡർ ചെയ്യുമ്പോൾ സ്പിൻഡർ ഒരു വണ്ടി ഇന്നേ വരെ ഒരു 30,000 കിലോമീറ്റർ ഇത്രയും കിലോമീറ്റർ ലോ കിലോമീറ്ററിൽ എവിടെ സ്പിൻഡിൽ അടിച്ച ചരിത്രം ഉള്ളത്? ഏത് കമ്പനിയുടെ വണ്ടി സ്പിൻഡിൽ അടിച്ചിട്ടുണ്ട് ഇത്രയും കിലോമീറ്ററിൽ? സ്പിൻഡലിന്റെ കംപ്ലൈന്റ് ഔട്ടാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീല് മാത്രമല്ലേ വരുള്ളൂ. അല്ല അത് എനിക്ക് എന്തായാലും ആ മുകളിലുള്ളവരെ കൂടെ സംസാരിച്ചിട്ട് അല്ല നിങ്ങൾക്ക് ഇവിടെ ആയില്ല എന്നുള്ളത് പറഞ്ഞാൽ മതി. ലെവലില് 2 ടയറിന്റെ കേസ് ഞാൻ ആളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല വേണ്ട ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു ഡ്രൈവറെ വെക്കുക, 2 ടയർ കൊടുത്ത് നിങ്ങൾ ഒരു ട്രിപ്പ് രണ്ട് ടയറിന് കൊടുക്കും. പോയിട്ട് തിരിച്ച് വീട്ടിലെത്തണം. നമ്മള് വഴിക്ക് നിൽക്കുകയാണ്, 2-3 ദിവസം വഴിക്ക് നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള മനുഷ്യരാണ്. ഇവര് നോക്ക് കുടുംബം പോലെ ഒഴിവാക്കിയിട്ട് പോയിട്ട് വരുമ്പോ കുടുംബത്തിലേക്ക് ഒരു അരിയാഹാരം വാങ്ങാനുള്ള പൈസ ഇവര് വരുന്നത്. ഇതിന്റെ മുതലാളിന്റെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ലേ ഇത്രയും അടവിട്ടിട്ട് ഞാൻ ഇതാക്കുന്നത്? അത് നമ്മൾ ഇവിടുത്തെ പോലെ അല്ല. നമ്മള് പുറത്ത് പോയി കഴിഞ്ഞാൽ ടയറിന് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ജാക്കി വെച്ച് നമ്മള് ടയർ അയച്ച് വീൽ ബോൾട്ട് അടക്കം നമ്മൾ അഴിച്ച് ടയർ പുറത്തിറക്കി കൊടുക്കണം. എന്നാലാണ് അവര് ചെയ്തത്. വണ്ടിപ്പണി ആരാണെങ്കിൽ റോഡ് മേലെ ഇറങ്ങണം, എന്നാലേ നിങ്ങൾക്ക് അതിന്റെ കഷ്ടപ്പാട് മനസ്സിലാവും. നിങ്ങൾ കാർ ഓടിക്കാൻ എന്തായാലും ഉണ്ടാവുക. നിങ്ങൾ 2 ടയർ മാറ്റിക്കോളി. എവിടെ വെച്ചാൽ ബാക്ക് ഫ്രണ്ട് മാറ്റിക്കോളി. ഒരു ഡ്രൈവർ വെച്ചിട്ട് നിങ്ങൾ ഒരു ലോഡ് ഉണ്ടാക്കി കൊടുക്കും. ഒരു ട്രിപ്പ് ഗുജറാത്ത് പോയിട്ട് ആ വണ്ടി വളർത്തണം, അത്ര മാത്രം മതി. അത് മാത്രം ചെയ്താൽ മതി. ലോഡ് ഉണ്ടാക്കും, ആ വണ്ടി ഗുജറാത്തിൽ ലോഡ് ഉണ്ടാക്കും, ഇവിടുന്ന് ഉണ്ടാക്കും. നിങ്ങൾ ഡ്രൈവർ നിങ്ങൾ വെക്കുക. നിങ്ങൾ ആ ഡ്രൈവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയി ചേർത്ത്. ഒരു ഡ്രൈവർ ആണെങ്കിൽ കേട്ടോ, ഒരു തൽക്കാലം ഒരാളാണെങ്കിൽ പോയി പോരും. ഒരു ഡ്രൈവർ പോകില്ല, കാരണം ആ ടയർ പൊട്ടും, നടക്കൂല. ടയർ ടയർ പൊട്ടി കഴിഞ്ഞുള്ള അവസ്ഥ മാക്സിമം പോകും.